സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജേർണി ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, എങ്ങനെ വന്നു, എന്തൊക്കെയാണ് സംഭവിച്ചത്, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാം കൂടെ നമ്മൾ ക്ലബ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ്. കേട്ടിരിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആവും എന്ന പ്രതീക്ഷയിൽ ജോച്ചമാരൻ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. 1800കളുടെ തുടക്കത്തിൽ മുംബൈയിലെ ഒരു കൂട്ടം സംരംഭകർ ഒരു ആൽമരച്ചൂട്ടിൽ നിന്ന് അവർക്ക് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു സംവിധാനം. ആ സംവിധാനം പിൽക്കാലത്ത് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന മേഖലയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. ഇതൊരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഡൈനാമിക് ഫിനാൻഷ്യൽ എക്കോസിസ്റ്റത്തിന് തന്നെ തുടക്കം കുറിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമറിയുന്നത്. പാരമ്പര്യ കച്ചവട സംവിധാനമായിട്ടുള്ള ബാർട്ടർ സിസ്റ്റം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താ, ചക്ക കൊടുത്ത് തേങ്ങ വാങ്ങിക്കുന്നു, തേങ്ങ കൊടുത്ത് മാങ്ങ വാങ്ങിക്കുന്നു, മാങ്ങ കൊടുത്ത് അരി വാങ്ങിക്കുന്നു എന്നുള്ളത്. ആക്ച്വലി ഇത് തന്നെയാണ് എല്ലാ കച്ചവടത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത്. പിന്നെ വന്നതാണ് കാശ്. എല്ലാ സാധനങ്ങൾക്കും പകരം കാശ് കൊടുത്ത് വാങ്ങാൻ തുടങ്ങി. കാശ് ഒരു പ്രധാന മീഡിയമായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. ഇതിനുശേഷം നമ്മൾ കണ്ടതാണ് പേപ്പർ ട്രേഡിംഗ് എന്ന് പറയും. അതായത് അവരുടെ കമ്പനിയുടെ ഷെയറുകൾ, മറ്റു കാര്യങ്ങൾ അവർ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എന്നാണ്. ആ പേപ്പറിൽ എഴുതിയ ആ ഒരു റെക്കോർഡായിരുന്നു അവർ പരസ്പരം രീതിയിൽ കൈമാറ്റം ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ടും കാലം മാറിയുമ്പോൾ കച്ചവടത്തിന്റെ രീതിയും മാറി, അതിന്റെ സ്ട്രക്ചറും മാറി, അവർ ഡെവലപ്പും ചെയ്തു. അങ്ങനെ ഡെവലപ്പായതിനു ശേഷം 1875 കാലഘട്ടങ്ങളിൽ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഈ സംരംഭകർ തുടക്കം കുറിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് രൂപം നൽകുന്നത്. അതിന്റെ പേരാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1991 ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തരമായിട്ടുള്ള സ്ട്രാറ്റജിക്ക് തുടക്കം കുറിക്കുകയാണ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ പവർ സ്വാഭാവികമായിട്ടും കുറയുകയും പ്രൈവറ്റ് ആൾക്കാരുടെ പവർ കൂടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ലിബറലൈസേഷൻ ഉള്ളത്. അതോടൊപ്പം പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് പബ്ലിക് കമ്പനികളിലടക്കം ഗവൺമെന്റിന്റെ ഷെയർ കുറയുകയും പബ്ലിക്കിന്റെ പ്രാധാന്യം കൂടുന്നതായിട്ടുള്ള രീതി. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഫോറിൻ ട്രേഡുകളെയും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകളെയും ഒക്കെ ക്ലബ് ചെയ്ത് എല്ലാ രാജ്യങ്ങളുടെയും അതിർത്തി ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യത്തെയാണ് ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അങ്ങനെ LPG എന്ന സ്ട്രാറ്റജി ഇന്ത്യയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. ആ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ എക്കണോമി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് അത് തുടക്കം കുറിച്ചു, അത് സ്വാധീനിച്ചു എന്നുള്ളതാണ് വാസ്തവം. 1992 ഇന്ത്യൻ ഗവൺമെന്റ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടക്കം കുറിക്കുക. അതിനുശേഷം ഇന്ത്യ കണ്ടത് വളരെ ഒരു എക്കണോമിക്കൽ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ള സംഭവബഹുലമായിട്ടുള്ള ഇവന്റ്സുകളെ പറ്റിയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 2000ങ്ങളിലെ .com ബബിൾ. US ടെക്നോളജി സ്റ്റോക്കുകളിൽ വൻ രീതിയിലുള്ള വളർച്ച വരികയും ആ സ്റ്റോക്കിലോട്ട് നല്ല നല്ല നിക്ഷേപങ്ങൾ വരികയും ഇത് ഇക്വിറ്റി സെഗ്മെന്റിനെ തന്നെ ആകമാനം സ്വാധീനിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ കമ്പനികൾക്ക് വേണ്ടത്ര ലാഭമുണ്ടാക്കാൻ പറ്റാതെ വന്ന സാഹചര്യം വന്നപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇടിവാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം 2008 US ഹൗസിംഗ് ക്രൈസിസ് ആണ് വരുന്നത്. ഇത് പറയുമ്പോൾ US ബാങ്കുകൾ അവിടുത്തെ സാധാരണക്കാർക്ക് അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അവരുടെ ക്രെഡിറ്റ് സ്കോറോ ഒന്നും ചെക്ക് ചെയ്യാതെ തന്നെ ലോണുകൾ വാരിക്കോരി കൊടുക്കുന്ന ഒരു കാലഘട്ടം. അതിനുശേഷം അവർക്ക് വേണ്ടത്ര തിരിച്ചടയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരികയും തിരിച്ചടവ് മുടങ്ങുകയും ചെയ്യുന്ന സംവിധാനത്തിൽ അവിടുത്തെ ബാങ്കുകൾ പൊളിയുകയാണ്. ഇങ്ങനെ ബാങ്കുകൾ പൊളിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ക്രൈസിസുകളും സ്റ്റോക്ക് മാർക്കറ്റിനെ നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്തു, അഫക്റ്റ് ചെയ്ത് താഴെ ഇറക്കി എന്നുള്ളതാണ്. ശേഷം 2019 നമ്മൾ കണ്ട കോവിഡ് മഹാമാരി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം തന്നെയാണ്. ഈ നടന്ന ഇവന്റ്സിലൊക്കെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫ്ലക്ച്വേറ്റഡ് ആയി എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇനി കാണാൻ പോകുന്ന ഒരു വലിയൊരു വളർച്ചയുടെ ഒരു തുടക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ബേബി സ്റ്റെപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട നിങ്ങളാണ്. പക്ഷെ എന്ത് തീരുമാനം നിങ്ങൾ എടുത്താലും നന്നായിട്ട് പഠിക്കാതെ, നന്നായിട്ട് മനസ്സിലാക്കാതെ ഈ മേഖലയിലോട്ട് ഒരു അടി പോലും നിങ്ങൾക്ക് എടുത്ത് വെക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്താൽ തുടർന്നും നമ്മളിടുന്ന വീഡിയോ നിങ്ങളിലോട്ട് എത്തും. താങ്ക് യു.